വിശ്വാസ വാക്കുകളിലേക്ക് വീണ്ടും ഏവർക്കും സ്വാഗതം. ഈ വാക്കുകൾ നിങ്ങളുടെ അകത്ത് ഉറപ്പായി നിശ്ചയമായി മാറട്ടെ. ഈ പ്രോഗ്രാമിൻ്റെ പേര് വിശ്വാസ വചനമെന്നാണല്ലോ. വിശ്വാസവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രമേ സംസാരിക്കുവാൻ കഴിയൂ. താല്പര്യം എന്താണ്? കേൾക്കുന്നവരുടെ വിശ്വാസം വർദ്ധിക്കണം. വിശ്വാസം വർദ്ധിച്ചാൽ ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ ജനത്തിന് കഴിയും. ഇപ്രകാരം വാക്യം പറയുന്നു, വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ ആർക്കും കഴിവില്ല. ദൈവം പ്രസാദിക്കണമെങ്കിൽ സുന്ദരമായൊരു മുഖം കൊണ്ട് കാര്യമില്ല, 10ാം ക്ലാസ് പാസ്സായത് കൊണ്ടോ വലിയ വിദ്യാഭ്യാസം കൊണ്ടൊന്നും കാര്യമില്ല. ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ എനിക്കും നിനക്കും ആവശ്യം ദൈവത്തിൽ ആഴമായൊരു വിശ്വാസമാണ്. ഒരളവ് വിശ്വാസം എല്ലാവർക്കും നൽകിയാണ് എല്ലാവരെയും കർത്താവ് ലോകത്തിലേക്ക് പറഞ്ഞയക്കുന്നത്, സൃഷ്ടിക്കുന്നത്. പക്ഷേ നിർഭാഗ്യവശാൽ ഈ വിശ്വാസത്തിൻ്റെ വിത്ത് വളരുവാൻ സമ്മതിക്കാത്ത സാഹചര്യങ്ങളാണ് പലപ്പോഴും മനുഷ്യർക്കുള്ളത്. അല്ലെങ്കിൽ ആ വിത്തിനെ പിശാച് വളരുവാൻ സമ്മതിക്കത്തില്ല. അതിനെ തകർക്കുന്ന നെഗറ്റീവിലേക്ക് അവനെ തള്ളിവിടും. എങ്ങനെ നമ്മുടെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കുവാൻ കഴിയും? ഇപ്രകാരം പറയാറുണ്ട്, വാർദ്ധക്യമാകും തോറും വിശ്വാസത്തിൻ്റെ കുറവ് സംഭവിക്കാൻ സാധ്യതയുണ്ട്. നല്ല ആരോഗ്യമുള്ളപ്പോൾ നല്ലൊരു വിശ്വാസം ഏറ്റെടുക്കുവാൻ തയ്യാറാകണം. ഇല്ലെങ്കിൽ വളരെ ദുസ്സഹമായൊരു വാർദ്ധക്യത്തിലേക്ക് നാം തള്ളി നീക്കപ്പെടും. യേശു ഒരാശങ്ക മാത്രമേ പ്രകടിപ്പിച്ചുള്ളൂ. എന്താണ്? മനുഷ്യപുത്രൻ്റെ വരവിൽ വിശ്വാസം കണ്ടെത്തുമോ? ഇപ്രകാരം യേശു പഠിപ്പിച്ചു, തമ്മിൽ ബഹുമാനം വാങ്ങിയാൽ വിശ്വാസം വർദ്ധിക്കുകയില്ല, അവിടെ വിശ്വാസം നശിക്കുകയാണ്. എന്താ അതിൻ്റെ അർത്ഥം? സമാന്തരമായി നീങ്ങരുത്, വെർട്ടിക്കലായിട്ട് നീങ്ങണം. ഈ ലോകത്തിൽ ചില താല്പര്യങ്ങളും ആഗ്രഹങ്ങളും വാഞ്ചകളും അതുപോലെ ചെയ്വനകളും ആനുകൂല്യങ്ങളും തേടി സമാന്തരമായി പോകരുത്. മനുഷ്യൻ്റെ മുഖസ്തുതി, മനുഷ്യൻ നൽകുന്ന പദവികൾ, ഇതിലൊക്കെ ഉടക്കി സമാന്തരമായി ജീവിതം പോകരുത്. ഉയരങ്ങളിലേക്ക് നീ ഉയരണം. ദൈവമായുള്ളൊരു ഡയറക്റ്റ് ബന്ധത്തിലേക്ക് നീയും ഞാനും വരണം. ഇന്ന് കാണുന്ന ക്രിസ്ത്യൻ സമൂഹം അധിക പങ്കും സമാന്തരമായി പോകുന്നവരാണ്. ദുഃഖത്തോടെ പറയട്ടെ, ഒരു പ്രശസ്തി, ഒരു മുഖസ്തുതി, ഒരു വീട്, ഒരു അഡ്മിഷൻ, ഒരു സെലക്ഷൻ, ഒരു വൈദ്യസഹായം, ഇങ്ങനെയൊക്കെ സമാന്തരമായി പോകുന്നതാണ്. ഞാൻ പറഞ്ഞത്, സമാന്തരമായി പോയാൽ വിശ്വാസം വർദ്ധിക്കുകയില്ല. ഉയരങ്ങളിലേക്ക് നോക്കുവാൻ തയ്യാറാകണം. സമാന്തരമായി പോകുന്നത് കുറുക്കു വഴിയാണ്. സ്വർഗത്തിലേക്ക് നോക്കുന്നത് നിത്യമായ വഴിയാണ്. ദൈവം ഒരു അനുഗ്രഹം കൽപ്പിച്ചാൽ അത് ശാശ്വതമാണ്. ദൈവം കൊടുക്കുമ്പോൾ വാരിക്കോരി കൊടുക്കും. ദൈവം കൊടുക്കുമ്പോൾ അളവ് കൂടാതെ സമൃദ്ധിയായി, ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തം പരമായി. നിങ്ങൾ പഠിക്കുക, ദൈവത്തിൽ വിശ്വാസമുള്ളവരെ പഠിക്കുക, അവരുടെ ഭാവി കാലം നോക്കുക. അത് നല്ലതായിരിക്കും, ഉറപ്പുള്ളതായിരിക്കും, അസാധാരണമായിരിക്കും. അതിന് ഇസഹാക്ക് നല്ല ഉദാഹരണമാണ്. ഇസഹാക്ക് പിതാക്കന്മാരിൽ ഒരുവനാണ്. പക്ഷേ അവൻ ദൈവത്തിൽ വിശ്വസിക്കുവാൻ തയ്യാറായി. വായിക്കുന്നത്, അവൻ 100 മേനി കൊയ്യുവാനിടയായി. അബ്രഹാമിൻ്റെ സന്തതി എന്ന നിലയിൽ അബ്രഹാമിനേക്കാൾ 5 വർഷം കൂടെ അധികം ആയുസ്സുള്ളവനായിട്ട് വർദ്ധിച്ച് മഹാധനവാനായി മാറുവാനിടയായി. എപ്പോഴും അവസാന നാളുകളിലാണ് മനുഷ്യൻ കണക്കെടുക്കുന്നത്. അന്ന് മനുഷ്യർ വില കൽപ്പിക്കണമെങ്കിൽ ഒരു പെർമനൻ്റ് അനുഗ്രഹം, ശാശ്വതമായ അനുഗ്രഹം എനിക്കും നിനക്കും ലഭ്യമാകണം. ഇവിടെ കുറേ കള്ളത്തരങ്ങളിലൂടെ തട്ടിപ്പുകളിലൂടെ കുറേ നേടിയിട്ട് അവസാനം മരിക്കുമ്പോൾ ഒരു തെറ്റായ സാക്ഷ്യം, മോശപ്പെട്ട സാക്ഷ്യം കേൾക്കുന്നതിനേക്കാൾ എത്രയോ നല്ലതാണ് ലംബമായി ജീവിച്ച്, ഉയരങ്ങളിലേക്ക് നോക്കി ജീവിച്ച്, ഒരു ശാശ്വതമായ അനുഗ്രഹം അവകാശമാക്കി ഒരു നല്ല അന്ത്യം സ്വീകരിക്കുന്നത്. യെസ്, ഞാൻ നല്ല പോർ പൊരുതു,
ഓട്ടം തികച്ചു, ഇനി നീതിയുടെ കിരീടം എനിക്കായി വെച്ചിരിക്കുന്നുവെന്ന് പൗലോസ് പറയുന്നത് പോലെ ഒരു നല്ല അന്ത്യത്തിലേക്ക് വരണമെങ്കിൽ സമാന്തരമായി പോകരുത്, ലംബമായി പോകണം. ചിലപ്പോൾ ചില ദിവസങ്ങൾ പ്രാർത്ഥനയിൽ ഊറ്റിരിക്കേണ്ടി വന്നുവെന്ന് വരാം, മല്ല് പിടിക്കേണ്ടി വന്നുവെന്ന് വരാം. പക്ഷേ അതാണ് ഒരു പെർമനൻ്റ് അനുഗ്രഹം. മനുഷ്യൻ തന്നാൽ നക്കാപ്പിച്ച, മനുഷ്യൻ തന്നാൽ എണ്ണിച്ചുട്ടപ്പം പോലെ, മനുഷ്യൻ തന്നാൽ റേഷൻ, മനുഷ്യൻ തന്നാൽ 100 സ്ഥലത്ത് പറഞ്ഞു നടക്കും. മനുഷ്യൻ മഹത്വമെടുക്കും. ഒരു തീരുമാനം അകത്തുണ്ടാകണം. മനുഷ്യൻ മഹത്വമെടുക്കുന്ന അനുഗ്രഹമല്ല എനിക്ക് വേണ്ടത്, ദൈവനാമം മഹത്വപ്പെടുന്ന അനുഗ്രഹമാണ് എനിക്ക് വേണ്ടത്. അനുഗ്രഹമാകുന്നത് അത് ദൈവം കൊടുക്കുമ്പോഴാണ്. അനുഗ്രഹമാകുന്നത് അത് നിത്യമാകുമ്പോഴാണ്. അനുഗ്രഹമാകുന്നത് അത് ദൈവനാമത്തിന് മഹത്വമാകുമ്പോഴാണ്. ഞാൻ പറഞ്ഞത് സമാന്തരമായി പോകരുത്, ഉയരങ്ങളിലേക്ക് വളരണം. അവിടെയാണ് ദൈവസഹായം നിനക്ക് ലഭ്യമാക്കുന്നത്. വിശ്വാസം വർദ്ധിക്കാനുള്ള ചില കാര്യങ്ങൾ, ചില പൊടിക്കൈകൾ പറഞ്ഞിട്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുവാൻ താല്പര്യപ്പെടുകയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, വിശ്വാസം വർദ്ധിക്കണമെങ്കിൽ യേശുവിൻ്റെ വാക്കുകൾ സ്വീകരിക്കണം, വായിക്കണം, പഠിക്കണം, കാണാപ്പാഠം പഠിക്കണം. ആകയാൽ വിശ്വാസം കേൾവിയാലും, കേൾവി ക്രിസ്തുവിൻ്റെ വചനത്താലും വരുന്നു. യേശു വചനമാണ്, യഥാർത്ഥ വചനം യേശുവാണ്. ഇപ്രകാരം വായിക്കുന്നു, ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു. ഒരു മുഖാന്തരങ്ങളുമില്ലാതെ പ്രവർത്തിക്കുവാൻ വചനത്തിന് ശക്തിയുണ്ട്. അതാണ് സൃഷ്ടിയുടെ ആരംഭത്തിൽ നാം മനസ്സിലാക്കേണ്ടത്. ദൈവം ആദ്യം സൃഷ്ടിച്ചത് സൂര്യനെ അല്ല. ഇന്ന് പകൽ സമയത്ത് നാം വെളിച്ചം കാണുന്നു. കാര്യമെന്താണ്? സൂര്യൻ ഉദിച്ചു നിൽക്കുന്നത് കൊണ്ട്. രാത്രിയിലും അല്പം വെളിച്ചം കിട്ടുന്നു. എന്തുകൊണ്ട്? ചന്ദ്രനുള്ളത് കൊണ്ട്. എന്നാൽ ദൈവം വെളിച്ചമുണ്ടാക്കുമ്പോൾ ചന്ദ്രനുമില്ല, സൂര്യനുമില്ല. ദൈവം പറഞ്ഞു, വെളിച്ചം ഉണ്ടാകട്ടെ. ഇരുട്ട് ഭൂമിയെ വാഴുന്ന സമയം, ആഴത്തിന്മീതെ ഇരുളുള്ള സമയം. ദൈവം പറഞ്ഞു, വചനം പുറപ്പെട്ടു, യേശു പുറപ്പെട്ടു, ലെറ്റ് there be light, വെളിച്ചം ഉണ്ടാകട്ടെ. and there was light. വെളിച്ചം ഉണ്ടായി. സൂര്യനെ കൂടാതെ, ചന്ദ്രനെ കൂടാതെ. അതിൻ്റെ അർത്ഥം എന്താണ്? ഒരു മുഖാന്തരങ്ങളുമില്ലാതെ പ്രവർത്തിക്കുവാൻ ദൈവത്തിന് കഴിയും. നമ്മൾ പലപ്പോഴും മുഖാന്തരങ്ങളുടെ പിന്നാലെയാണ്. അതാണ് സമാന്തരമായി നീങ്ങുന്ന നിലവാരങ്ങൾ. അല്ല, ഒരു മുഖാന്തരങ്ങളുടെയും ആവശ്യമില്ല. ഏകനായി മഹാത്ഭുതങ്ങളെ ചെയ്യുന്ന ദൈവമാണ്. ഒരു മധ്യസ്ഥന്റെയും ആവശ്യമില്ല, ഒരു ഇടനിലക്കാരൻ്റെയും ആവശ്യമില്ല. ദൈവത്തിന് അസാധാരണമായത് നിനക്ക് വേണ്ടി മാത്രമായി അസാധാരണമായി ചെയ്യുവാൻ കഴിവുണ്ട്, ശക്തിയുണ്ട്, പ്രാപ്തിയുണ്ട്. ദൈവത്തിൽ വിശ്വാസം വേണമെങ്കിൽ യേശുവിൻ്റെ വചനങ്ങൾ നിൻ്റെ അകത്തേക്ക് കയറണം. ഞാൻ പറയാറുണ്ട്, വിശ്വാസികളെ മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ വായിക്കണം. വളരെ പ്രയാസമാണ് മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ വായിക്കുവാൻ. വളരെ ഈസിയാണ്, എളുപ്പമാണ് സങ്കീർത്തനങ്ങൾ വായിക്കുവാൻ. അതുകൊണ്ടാണ് പലരുടെയും വേദപുസ്തകം നടുഭാഗത്ത് നിന്ന് തള്ളി മുമ്പോട്ട് വരും. കാര്യമെന്താണ്? കൂടുതൽ വായിക്കുന്നത് സങ്കീർത്തനങ്ങളാണ്. സങ്കീർത്തനം വായിക്കാൻ പ്രയാസമില്ല, പക്ഷേ യേശുവിൻ്റെ വാക്കുകൾ വായിക്കുവാൻ വളരെ പ്രയാസമാണ്. ശത്രു സമ്മതിക്കത്തില്ല. കാര്യമെന്താണ്? പിശാചിന് നന്നായിട്ടറിയാം വിശ്വാസം യേശുവിൻ്റെ വചനത്താൽ സംഭവിക്കും. വിശ്വാസത്തിൻ്റെ വർധനവ് യേശുവിൻ്റെ വചനത്താൽ സംഭവിക്കുമെന്ന് പിശാചിന് നന്നായിട്ടറിയാം. അവന് അനുഭവമുണ്ട്. യേശു വചനത്താലാണ് പിശാചിനെ ജയിച്ചത്. അതുകൊണ്ട് വചനത്തിൻ്റെ ആഴങ്ങളെക്കുറിച്ച്, അതിൻ്റെ നടത്തിപ്പിനെക്കുറിച്ച്, അതിൻ്റെ ദൂരവ്യാപകമായ ഫലങ്ങളെക്കുറിച്ച്, അതിൻ്റെ സ്വാധീനങ്ങളെക്കുറിച്ച് പിശാചിന് വ്യക്തമായ ബോധ്യമുണ്ട്. അതുകൊണ്ട് പിശാച് സമ്മതിക്കുകയില്ല. ഞാൻ നിങ്ങളുടെ കാര്യം മാത്രമല്ല ഞാൻ പറഞ്ഞത്, ഒരു ശുശ്രൂഷകൻ എന്ന നിലയിൽ പലപ്പോഴും എനിക്ക് പോലും
വളരെ പ്രയാസമാണ് മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ വായിക്കുവാൻ. ഞാൻ പരമാർത്ഥമായി സംസാരിക്കുകയാണ്. പക്ഷേ എനിക്കൊരു കാര്യം ബോധ്യപ്പെട്ടിട്ടുണ്ട്. മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ വായിച്ചാൽ അതിൽ യേശുവിൻ്റെ വചനമുണ്ട്. അത് എൻ്റെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കും. മുമ്പോട്ട് പോകട്ടെ. വിശ്വാസം എങ്ങനെ വർദ്ധിപ്പിക്കുവാൻ കഴിയും? വീണ്ടും പ്രാർത്ഥനയിൽ അധികം സമയം ചിലവഴിച്ചാൽ വിശ്വാസം വർദ്ധിക്കും. ഇത് ഒരു വലിയ പരമാർത്ഥമാണ്. ഒരു പച്ച ഇരുമ്പിനോട് കാന്തത്തെ ചേർത്ത് വെച്ചാൽ ആ പച്ച ഇരുമ്പിലേക്ക് കാന്തത്തിൻ്റെ ശക്തി അല്പമായിട്ട് കയറാൻ സാധ്യതയുണ്ട്. അതുപോലെ യേശുവുമായുള്ള പ്രാർത്ഥനാ ബന്ധം നിന്നെ യേശുവിൻ്റെ വിശ്വാസത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകും. എന്നിൽ വിശ്വസിക്കുന്നവൻ്റെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്നത് പോലെ ജീവജലത്തിൻ്റെ നദികൾ ഒഴുകും. യഥാർത്ഥമായി ജീവജലത്തിൻ്റെ നദി ആരാണ്? അത് യേശുവാണ്. യാക്കോബിൻ്റെ പുസ്തകം 5-ാം അധ്യായം അതിന് 17-ാമത്തെ വാക്യം. ഏലിയാവ് നമുക്ക് സമസ്വഭാവമുള്ള മനുഷ്യനായിരുന്നു. മഴ പെയ്യാതിരിക്കേണ്ടതിന് അവൻ പ്രാർത്ഥനയിൽ അപേക്ഷിച്ചു. 3 സംവത്സരവും 6 മാസവും ദേശത്ത് മഴ പെയ്തില്ല. നോക്കുക, ഏലിയാവ് നമുക്ക് സമസ്വഭാവമുള്ള മനുഷ്യൻ. പക്ഷേ അവൻ പ്രാർത്ഥനയിൽ മല്ലുപിടിച്ചു. അന്ന് നടന്ന കള്ളത്തരങ്ങൾ, തട്ടിപ്പുകൾ അവനെ വല്ലാതെ ദുഃഖിപ്പിച്ചു. അതിന് സൈഡ് നിൽക്കുന്ന രാജ്ഞി, അതിന് കൂട്ടു നിൽക്കുന്ന രാജാവ്, ഇവിടെ ദൈവത്തിനല്ലാതെ ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല, ദൈവം പ്രവർത്തിച്ചാൽ ഈ സിറ്റുവേഷന് മാറ്റമുണ്ടാകും. അവൻ മല്ലു പിടിച്ച് പ്രാർത്ഥിച്ചു. രാജാവല്ല, രാജ്ഞിയല്ല കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത്, ജീവിക്കുന്നൊരു ദൈവമുണ്ടെന്ന് ഈ കള്ളപ്രവാചകന്മാർക്ക് ബോധ്യപ്പെടണം. അതിന് മഴ തടുക്കപ്പെടണം. മനുഷ്യൻ വിചാരിച്ചാൽ മഴ പെയ്യിക്കാൻ കഴിയത്തില്ല, ദൈവം വിചാരിച്ചാൽ മാത്രമേ മഴ പെയ്യിക്കുവാൻ കഴിയൂ. അപ്പോൾ ദൈവത്തിൻ്റെ ഒരു കരം ഇവിടെ വെളിപ്പെട്ടാൽ ഈ ബാലിൻ്റെ പ്രവാചകന്മാരുടെ ചതിവും വഞ്ചനയും അവസാനിക്കും. അവൻ ശക്തമായി പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. അവൻ ക്ഷമയോടെ കാത്തിരുന്നു. അവനറിയാം, പ്രാർത്ഥിക്കുമെങ്കിൽ ഒരവസരം ദൈവം ഒരുക്കും. ആദ്യം അവർ ഒരുക്കട്ടെ, എനിക്ക് തീറക്കാൻ ഒരവസരം ദൈവം ഒരുക്കും. ഞാൻ പറഞ്ഞത്, പ്രാർത്ഥനയിൽ മല്ലു പിടിച്ചപ്പോൾ അവൻ്റെ അകത്തെ വിശ്വാസം വർദ്ധിക്കുവാനിടയായി. ധൈര്യത്തോടെ കൊട്ടാരത്തിനകത്ത് പോയി അരുളപ്പാട് വിളിച്ചു പറയുവാൻ, ഞാൻ പറഞ്ഞിട്ടല്ലാതെ ഈ ആണ്ടുകളിൽ മഞ്ഞും മഴയും ഉണ്ടാകത്തില്ലെന്ന് ധൈര്യത്തോട് പറയാനുള്ള ചങ്കുറപ്പ്, നിശ്ചയം, അതാണ് വിശ്വാസം ഏലിയാവിന് ലഭ്യമാകാനിടയായി. അവൻ ഭടന്മാരെ ഭയപ്പെട്ടില്ല, രാജാവിനെ ഭയപ്പെട്ടില്ല. മുഖത്ത് നോക്കി പറഞ്ഞു, ഞാൻ പറഞ്ഞിട്ടല്ലാതെ ഈ ആണ്ടുകളിൽ മഞ്ഞും മഴയും ഉണ്ടാകത്തില്ല. അതുപോലെ 3 വർഷവും 6 മാസവും ദേശത്ത് മഴ പെയ്തില്ല. അതിലുപരിയായിട്ട് അവൻ വീണ്ടും പ്രാർത്ഥിച്ചപ്പോൾ ആകാശത്ത് നിന്ന് മഴ പെയ്തു. പ്രാർത്ഥനയിൽ മല്ലു പിടിച്ചാൽ വിശ്വാസം വർദ്ധിക്കും. വീണ്ടും വിശ്വാസ വീരന്മാരെ പഠിക്കണം. എബ്രായ ലേഖനം 11-ാം അധ്യായം അതിൻ്റെ 32-ാമത്തെ വാക്യത്തിൽ അത് വ്യക്തമായി പറയുന്നുണ്ട്. ഇനി എന്ത് പറയണ്ടു? ഗിദ്യോൻ, ബാരാക്ക്, ശിംശോൻ, ഇഫ്താഹ്, ദാവീദ് എന്നിവരെയും ശമൂവേൽ മുതലായ പ്രവാചകന്മാരെയും കുറിച്ച് വിവരിപ്പാൻ സമയം പോരാ. നോക്കുക, ഇവരെല്ലാം വിശ്വാസ വീരന്മാരായിരുന്നു. ഇവരൊക്കെ വിശ്വാസത്താൽ തടസ്സങ്ങളെ മറികടന്നു, ജയിച്ചു, വാഗ്ദത്തം പ്രാപിച്ചെടുത്തു. വിശ്വസിക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കട്ടെ. വീണ്ടും വിശ്വാസം വർദ്ധിക്കാനുള്ള മറ്റൊരു പ്രധാനപ്പെട്ട മാർഗം വിശ്വാസമുള്ളവരുമായി കൂട്ടുകൂടുക. അവിശ്വാസികളോട് ഇണയില്ല പിണക്കൂടരുത്. നോക്കുക, യേശുവിന് 12 ശിഷ്യന്മാരുണ്ടായിരുന്നു. പക്ഷേ യേശു ഇന്നർ സർക്കിളിലേക്ക് 3 പേരെ കൊണ്ടുവന്നു. ആരെയൊക്കെയാണ്? പത്രോസിനെയും യാക്കോബിനെയും യോഹന്നാനെയും. കാര്യം എന്താണ്? അവർക്ക് ദൈവത്തിൽ ആഴമായൊരു വിശ്വാസം ഉണ്ടായിരുന്നു. ഒന്നാമനാണ് പത്രോസ്, വിശ്വാസത്തിൽ ഒന്നാമൻ. പിന്നെ യോഹന്നാൻ, യാക്കോബ്, ഇവരെല്ലാം ദൈവത്തിൽ വിശ്വാസമുള്ളവരായിരുന്നു. യായിറൂസിൻ്റെ മകളെ
ഉയർപ്പിക്കുന്ന സമയത്ത് മറ്റാരെയും കൂടെ കൂട്ടിയില്ല, കൂടെ ചെല്ലുവാൻ സമ്മതിച്ചില്ല എന്ന് വ്യക്തമായി എഴുതിയിട്ടുണ്ട്. മർക്കോസ് 5-ാം അധ്യായം 37-ാമത്തെ വാക്യത്തിൽ. പത്രോസും യാക്കോബും യാക്കോബിന്റെ സഹോദരനായ യോഹന്നാനും അല്ലാതെ മറ്റാരും തന്നോടുകൂടെ ചെല്ലുവാൻ സമ്മതിച്ചില്ല. കാര്യം യേശുവിനറിയാം, ഒരു മരിച്ച മകളെ ഉയർപ്പിക്കുക ഒരു സാധാരണ കാര്യമല്ല. അതിന് അവിടെ വേണ്ടത് എന്താണ്? വിശ്വാസത്തിൻ്റെ അന്തരീക്ഷമാണ്. അതുണ്ടാക്കുവാൻ അതിനകത്തുള്ളവർക്ക് കഴിവില്ല. അവർ പരിഹസിക്കുകയാണ്. അവരെ പുറത്താക്കി. പരിഹാസികളെ പുറത്താക്കണം, മൂഢന്മാരെ പുറത്താക്കണം, ദൈവമില്ലാത്തവനെ പുറത്താക്കണം, യുക്തിവാദിയെ പുറത്താക്കിയിട്ട് കൂടെ നിൽക്കുന്ന വിശ്വാസമുള്ളതിനെ അകത്ത് കൊണ്ടുവന്നാൽ അവിടെ ഒരു അന്തരീക്ഷം ഉണ്ടാക്കപ്പെടുകയാണ്. അതിൻ്റെ പേരാണ് വിശ്വാസത്തിൻ്റെ അന്തരീക്ഷം. അവിടെ യേശുവിൻ്റെ ഉയർപ്പിൻ്റെ ശക്തി പ്രവർത്തന നിരതമാകും. അവിടെ യേശുവിൻ്റെ സൗഖ്യമാക്കുന്ന ശക്തി പ്രവർത്തന നിരതമാകും. വിശ്വസിക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കട്ടെ. വിശ്വാസം വർദ്ധിക്കുന്ന മറ്റൊരു കാര്യത്തിലേക്ക് ഇവിടെ പോയിട്ട് ഇവിടെ അവസാനിപ്പിക്കുവാൻ താല്പര്യപ്പെടുകയാണ്. മനസ്സിനോട്, ആത്മാവിനോട് സംസാരിക്കണം. മനുഷ്യന് 3 ഘടകങ്ങളുണ്ട്: ദേഹം, ദേഹി, ആത്മാവ്. ആത്മാവാണ് വിലയുള്ള ഘടകം, ദൈവത്തിൻ്റെ ഘടകം. ദേഹം കൊണ്ടും ദേഹി കൊണ്ടും ആത്മാവിനെ ദൈവകരങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഏറ്റവും വിജയകരമായ ജീവിതം. പലപ്പോഴും സംഭവിക്കുന്ന കാര്യം എന്താണ്? ദേഹം കൊണ്ടും ദേഹി കൊണ്ടും നാം ആത്മാവിനെ നശിപ്പിക്കുകയാണ്, നരകത്തിലേക്ക് കൊണ്ടുപോകുകയാണ്. വിപരീതമായിട്ട് ദേഹം കൊണ്ടും ദേഹി കൊണ്ടും ആത്മാവിനെ ഉയർത്തിക്കൊണ്ടുപോയി വിശ്വാസം കൊടുത്ത് വർദ്ധിപ്പിച്ച്, അത് കണ്ണിലൂടെ സ്വീകരിച്ച്, നാവിലൂടെ സ്വീകരിച്ച്, കൈകളിലൂടെ വിശ്വാസത്തെ പ്രവർത്തനം സ്വീകരിച്ച് ആത്മാവിനെ ബലപ്പെടുത്തി ഒടുവിൽ അതിൻ്റെ ഉടയവൻ്റെ കയ്യിൽ തിരിച്ചേൽപ്പിക്കണം. യേശു ചെയ്തതുപോലെ യേശു പറഞ്ഞു, ഞാൻ എൻ്റെ ആത്മാവിനെ നിൻ്റെ കയ്യിൽ ഭരമേൽപ്പിക്കുന്നു. അവിടെയാണ് ഒരു ജീവിതം ധന്യമായി തീരുന്നത്. നോക്കുക, അതിന് ദാവീദ് ഒരു ഉദാഹരണമാണ്. ഇപ്രകാരം വായിക്കുന്നു, 147-ാം വാക്യം: യഹോവയെ സ്തുതിപ്പീൻ, എൻ മനമേ യഹോവയെ സ്തുതിക്കുക. അവിടെ മനസ്സ് എന്നർത്ഥമാക്കുന്നത് ആത്മാവിനെയാണ്. ദാവീദ് അവൻ്റെ അകത്തെ മനുഷ്യനോട് സംസാരിക്കുകയാണ്. അകത്തെ മനുഷ്യ, നീ യഹോവയെ സ്തുതിക്കുക. ഇപ്രകാരം വാക്യമുണ്ട്: ദാവീദോ യഹോവയിൽ ധൈര്യപ്പെട്ടു. വലിയ വിഷയത്തിൻ്റെ മുമ്പിൽ സിക്ലാഗിൽ വെച്ച് അവൻ്റെ ഭാര്യയെ പോലും പിടിച്ചുകൊണ്ട് പോയി. വല്ലാത്ത നിലവാരം. അവിടെയും അവൻ യഹോവയിൽ ധൈര്യം എന്ന് പറഞ്ഞാൽ അവൻ മനസ്സിനെ പഠിപ്പിച്ചു. ഇതൊന്നും കൊണ്ട് ഭാരപ്പെടല്ലേ മനസ്സെ, നടക്കാൻ പോകുന്ന വിടുതൽ ഓർത്ത് ധൈര്യപ്പെടുക, സ്വസ്ഥമായിരിക്കുക. ഇതൊക്കെ നമ്മുടെ അകത്തെ മനുഷ്യനെ ബലപ്പെടുത്തുന്ന വിശ്വാസത്തിൻ്റെ പ്രവൃത്തികളാണ്. അത് സംഭവിക്കട്ടെ. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, വിശ്വാസത്തിൻ്റെ ഒരു പദസഞ്ചയം ഉള്ളിലേക്ക് സ്വീകരിക്കണം. നെഗറ്റീവ് വാക്കുകൾ മനഃപൂർവ്വമായി പിഴുതെടുത്ത് ദൂരേക്ക് എറിയണം. ധാരാളമായി, സമൃദ്ധിയായി, അമർത്തി കുലുക്കി കവിയുന്നത്, ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തപരമായി ദൈവനെ മാനിക്കും, അനുഗ്രഹിച്ച് വർദ്ധിപ്പിക്കും. ധനവും മാനവും പുരാതന സമ്പത്തും എൻ്റെ ദൈവത്തിൻ്റെ കയ്യിലുണ്ട്, അതിനെ കൈമാറ്റം ചെയ്യപ്പെടും. എൻ്റെ ഹൃദയം പിടച്ച് വികസിക്കും, ഞാൻ പുട്ടിവെക്കും, പച്ച പിടിക്കും, ദേവദാരു പോലെ വളരും, പന പോലെ തഴയ്ക്കും. എങ്ങനെയുള്ള പദസഞ്ചയത്താൽ അകം നിറയ്ക്കണം. ദൈവത്തിൻ്റെ വലിപ്പത്താലും വിശ്വാസ വാക്കുകളാലും അകം നിറയ്ക്കണം. ഇങ്ങനെയാണ് നീ ഒരു വിശ്വാസ മനുഷ്യനായി വളരുന്നത്. ഒരു വിശ്വാസ മനുഷ്യനെ, അബ്രഹാമിൻ്റെ സന്തതിയെ അബ്രഹാമിനെ പോലെ അനുഗ്രഹിക്കുന്ന, ഇസഹാക്കിനെ പോലെ അനുഗ്രഹിക്കുന്ന ഒരു ദൈവമുണ്ട്. വിശ്വസിക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കട്ടെ. വരും ദിവസങ്ങളിൽ നിങ്ങളുടെ വിശ്വാസം വർദ്ധിക്കട്ടെ. ഒരു പ്രാർത്ഥന ഉയരട്ടെ. യേശുവേ, എൻ്റെ അകത്ത് വസിച്ച് വചനം എൻ്റെ അകത്ത് തന്ന് എൻ്റെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കണമേ. നോക്കുക, ശിഷ്യന്മാർ ഇപ്രകാരം പ്രാർത്ഥിച്ചു, ഞങ്ങളുടെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കണമേ. യേശു എന്താ പറഞ്ഞു കൊടുത്തെന്നറിയാമോ? നിങ്ങളുടെ വിശ്വാസം വർദ്ധിക്കണമെങ്കിൽ നിങ്ങളുടെ വിശ്വാസത്തെ നിങ്ങൾ ഉപയോഗിക്കണം. എന്തിന്? പ്രതികൂലമായി നിൽക്കുന്ന മലകളെ കടലിലേക്ക് ചാടിക്കുവാൻ നിങ്ങൾ വിശ്വാസത്തെ ഉപയോഗിക്കണം. വിശ്വാസം ഉപയോഗിക്കുമ്പോഴാണ് അത് വർദ്ധിക്കുന്നതെന്ന് യേശു അവരെ പഠിപ്പിക്കുവാനിടയായി. ദൈവത്തിൽ വിശ്വാസമുള്ളവരാകുക, ഹൃദയത്തിൽ സംശയിക്കാതിരിക്കുക. യെസ്, നീ പറയുന്നത് സംഭവിക്കുമെന്ന് വിശ്വസിക്കുക.
ജീവനില്ലാത്തതിനോട് സംസാരിക്കുക, ഉറക്കെ പറയുക, എവിടേക്ക് പോകണമെന്ന് പറയുക, എങ്ങനെ പോകണമെന്ന് പറയുക. ഇങ്ങനെ വിശ്വാസം ഉപയോഗിക്കുക. വിശ്വസിക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കട്ടെ. യാചിക്കുക, അന്വേഷിക്കുക, മുട്ടുക. ചെയ്വനകളുണ്ട്. അത് ആ ചെയ്വനകളിലൂടെ പോകുമ്പോഴാണ് നിന്റെ വിശ്വാസം വർദ്ധിക്കുന്നത്. വീണ്ടും വിശ്വാസം കൂട്ടി വെക്കുക. ഒരിടത്ത് ലഭിക്കുന്ന വിശ്വാസം അവിടെ കളയരുത്. അനുഭവങ്ങളിലൂടെ, ആലയത്തിൽ പോകുമ്പോൾ, വചനം വായിക്കുമ്പോൾ, സൺഡേ സ്കൂളിൽ അമ്മയിൽ നിന്ന്, അമ്മാവി അമ്മയിൽ നിന്ന്, ഗ്രാൻഡ് മദറിൽ നിന്ന് ഒക്കെ ലഭിക്കുന്ന വിശ്വാസം കൂട്ടി വെച്ച് ഒരു വലിയ വിശ്വാസത്തിൻ്റെ ഉടമയായി മാറണം. അങ്ങനെ വിലയുള്ളവനായി തീരണം. യെസ്, പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, ഇന്ന് നിന്റെ വചനങ്ങൾ വിശ്വാസദൂത് കേട്ട ജനത്തിനായി പ്രാർത്ഥിക്കുന്നു. ഈ വാക്കുകൾ അവർക്ക് ഉപകാരപ്രദമാകട്ടെ. വിലയുള്ളവരെ അപ്പാ സ്വർഗത്തിൽ കണ്ടെത്തുവാൻ തക്കണം അടിയന് ഭാഗ്യമുണ്ടാകട്ടെ. ഈ വചനം സ്വീകരിച്ച് വിശ്വാസത്തിൽ ആരോഗ്യവതികളും ആരോഗ്യവാന്മാരുമായി തീരുന്ന ഒരു സൈന്യത്തെ വിശ്വാസക്കണ്ണാൽ കാണട്ടെ. അവരെ അനുഗ്രഹിക്കുന്നു. സമാന്തരമായി പോകാതെ ലംബമായി പോകുവാനുള്ള കൃപയും കാഴ്ചപ്പാടും അവർ കൊടുക്കണം. മഹത്വമെല്ലാം നിനക്കിരിക്കട്ടെ. യേശു നാമത്തിൽ ആമേൻ, ആമേൻ. വരിക വിശ്വാസ ഭവനത്തിലേക്ക് എല്ലാ ഞായറാഴ്ചയും രാവിലെ 9 മണിക്ക്. ഗോഡ് ബ്ലസ് യു. ഡോക്ടർ ബിനു ജോസ് ചാക്കോ, ജോസ് വില്ല, KLRA 16, കപ്പലണ്ടിമുക്ക്, മുണ്ടയ്ക്കൽ PU, കൊല്ലം 1, കേരള. ഫോൺ നമ്പർ 9447679301. ഒരു കൊയ്ത്തുകാലം വേഗം